ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് നാളെയും. അടുത്ത പെർഫോമൻസിനായി നമ്മുടെ ശ്രുതിയും മുത്തശ്ശിയും ഒരുങ്ങുക. ശ്രുതിയാണെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് മുത്തശ്ശിയെ കാണുന്നില്ലല്ലോ. അപ്പോൾ രമണ രമണ എന്ന് വിളിച്ചിട്ട് ഓടി നടക്കണേ. അതിൻ്റെ ഇടയിൽ സ്റ്റേജിന്റെ അറ്റത്തെത്തുമ്പോൾ മുത്തശ്ശി മുത്തശ്ശി എന്ന് വിളിക്കുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലോ നമ്മുടെ കുഞ്ഞനെ പറഞ്ഞ് അങ്ങ് സെറ്റാക്കാണ് കേട്ടോ. കുഞ്ഞ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതൊന്നും അറിയില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ മുത്തശ്ശി നിർബന്ധിച്ച് നമ്മുടെ കുഞ്ഞനെ അങ്ങ് സെറ്റാക്കാണ്. എന്നിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്റ്റേജിൽ കയറാണ് രമണനായിട്ട്. ചന്ദ്രികയാണെങ്കിൽ അവിടെ ഇങ്ങനെ ആര് വരും എന്നുള്ള ആ ഒരു ഭാവനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വലിയ വലിയ ഡയലോഗാണ്. നിന്നെ അവഗണിക്കുക എന്നാൽ ഞാൻ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ട് നീ എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എവിടെയും എപ്പോഴും എന്നങ്ങ് അശ്വിൻ പറഞ്ഞു കഴിഞ്ഞതും ഇവര് നാടകമൊക്കെ മറന്ന് റിയൽ ആയിട്ട് പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് ഇവർക്കാണ് കേട്ടോ മികച്ച നടിക്കും നടനുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ശ്യാം വന്നിട്ട് അശ്വിനോട് പറയുന്നുണ്ട്, മികച്ച നടിക്കും നടനുള്ള അവാർഡ് നിങ്ങൾക്കല്ലേ, അതിനിടയ്ക്ക് ഒരു വില്ലനും കൂടി വന്നാൽ ഉഷാറാകും എന്ന് പറഞ്ഞിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. പ്രൊമോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്